Hey everyone, welcome back to Sarah Learnings once again. And നമ്മൾ മൂവ്മെന്റ്സ് ആൻഡ് ഗ്രൂപ്പ്സുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂവ്മെന്റ്, ട്രാൻസെൻഡന്റൽ മൂവ്മെന്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2-3 മൂവ്മെന്റുകളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. യു ഓൾറെഡി നോ, ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നാഷണലിസം. അമേരിക്കൻ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടവുമായിട്ട് ഇന്റർട്വൈൻഡ് ആയിട്ട് കിടക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നാഷണലിസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. യു ഓൾറെഡി നോ അല്ലെ? സോ ഈ നാഷണലിസ്റ്റിക് മൂവ്മെന്റ് പ്രകാരമായിട്ട് യുനോ ഇതിലെ ബേസിക് ഐഡിയോളജി നമ്മൾ അതിനെക്കുറിച്ച് വളരെ അവെയർ ആണ്. നാഷണലിസം, ദേശീയത അല്ലെ? അതായത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എന്തുദ്ദേശിക്കും? ഒരു ദേശത്തോടുള്ള അല്ലെ, നമ്മുടെ ആ ഒരു പാട്രിയോട്ടിക് സ്പിരിറ്റ് ആണ്, ആ ഒരു ബിലീഫാണ്, അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വിധമാണ് ബേസിക്കലി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവുന്നത്. സോ നാഷണലിസം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ബിലീഫ് ഓർ പൊളിറ്റിക്കൽ ഐഡിയോളജി ദാറ്റ് ഇൻവോൾവ്സ് എൻ ഇൻഡിവിജ്വൽ ബിക്കമിങ് അറ്റാച്ച്ഡ് ടു വൺസ് ഓൺ നേഷൻ അല്ലെ, നമ്മൾ നമ്മുടെ രാജ്യത്തോട് അറ്റാച്ച്ഡ് ആയി പോകുന്ന ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡിയോളജി, ആശയം അഥവാ ആ ഒരു വിശ്വാസത്തെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻഡിവിജ്വൽ അറ്റാച്ച്ഡ് ടു വൺസ് നേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു വ്യക്തി എങ്ങനെയാണോ ആ ഒരു രാജ്യത്തോട് അറ്റാച്ച്ഡ് ആവണമെന്ന് ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേശീയത വരുന്നത് എപ്പോഴായിരിക്കും? ഇന്ത്യ ക്രിക്കറ്റില് IPL-ലൊക്കെ ജയിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അല്ലെ. അതായത് പക്ഷേ സ്റ്റിൽ ആ ഒരു സമയത്ത് കൂടിയും നമ്മൾ അത്തരത്തിൽ നമ്മൾ ആക്ഷേപിക്കുമെങ്കിലും ആ ഒരു സമയത്ത് കൂടി നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ദേശീയത എന്തുകൊണ്ടാണ്? വി ആർ ബേസിക്കലി, എവറി ഹ്യൂമൻ ബീങ് ഈസ് ബേസിക്കലി ഇൻഹറന്റ്ലി അറ്റാച്ച്ഡ് ടു ദെയർ ഓൺ കൺട്രി അല്ലെ. ആ ഒരു ദേശത്തോടുള്ള ഒരു ഐക്യവും ഒരു ഇഷ്ടവും ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ നമുക്ക് അതിൽ കാണാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം ആൻഡ് അതർ സിമ്പിൾ ഓഫ് നാഷണൽ ഐഡന്റിറ്റി ഒക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു നാഷണൽ ഫ്ലവർ ഉണ്ടാവും, നാഷണൽ ടൈഗർ ഉണ്ടാവും, നാഷണൽ എംബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു നാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാധാന്യത്തെ വിളിച്ചോതുന്ന, അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ളൊരു സിമ്പിൾസും അതുപോലെ തന്നെ അതിന് നിർണായകമായിട്ടുള്ള ഒരുപാട് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, പരിപാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഒരു ഏർലി എമർജൻസ് ഏതാണ്ട് ഒരു മിഡ് 18th സെഞ്ചുറിയിലാണ് ഉടലെടുക്കുന്നത്. നമ്മൾ നാഷണലിസ്റ്റിക് പീരീഡ് എന്ന് നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പഠിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ക്ലോസ് നാഷണലിസം എല്ലാ കൺട്രിയിലും വരുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എവിടെയാണ് പ്രസക്തം? ആക്ച്വലി ഇത് അമേരിക്കൻ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാഷണലിസ്റ്റിക് പീരീഡ് വരുന്നുണ്ട്. ഇവിടെ പ്രീ കൊളോണിയൽ പീരീഡും പോസ്റ്റ് കൊളോണിയൽ പീരീഡും ഒക്കെ വരുന്നുണ്ട്, സെറ്റിൽമെന്റ് പീരീഡ് ഒക്കെ വരുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് അവിടെ ഒരു നാഷണലിസ്റ്റിക് പീരീഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാട്രിയോട്ടിക് ആയിട്ടുള്ള വർക്ക്സുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്കിത് പഠിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആ ഒരു സമയത്താണെങ്കിൽ യൂണിയൻ ഫ്ലാഗ് അവിടെ ഇംഗ്ലണ്ടിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ റൂൾ ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഒക്കെ അവിടെ കമ്പോസ് ചെയ്തുകൊണ്ട് തോമസ് ആർണി 1740 നാഷണൽ സോങ് ഒക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജെയിംസ് തോംസൺ ആയിരുന്നു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടേം ആക്ച്വലി ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജൊഹാൻ ഗോത്ഫ്രീഡ് ഹെർഡർ ആണ്. സോ ഈ നാഷണലിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആ നാഷണൽ റേസും ക്ലാനും ട്രൈബും റിലീജിയനും കൾച്ചറും സിവിലൈസേഷനും ക്യാരക്ടറും ട്രഡീഷനും ആ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിയും ആ ടെറിറ്റോറിയൽ ഫീലിങ്ങും ഇതെല്ലാം കൂടി സിഗ്നിഫിക്കൻ്റലി നമ്മളെ സൈക്കോളജിക്കലി, പൊളിറ്റിക്കലി, കൾച്ചറലി ആ നാഷനോട് ബൗണ്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ അതിനോട് കമ്മിറ്റഡ് ആയിട്ട് അതിനോട് ചേർത്ത് വെക്കപ്പെടുന്നു അല്ലേ. സോ അങ്ങനെ ആ ഒരു നാഷണലിസം ഏതൊരു രാജ്യത്തും ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൈറ്റ്. ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഏതാണ്ട് ഒരു മിഡ് 19th സെഞ്ചുറിയിലാണ് വരുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് വരുന്ന ഒരു സമയം കൂടിയാണ്. ജസ്റ്റ് ലൈക്ക് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, കൂടാണ്ട് വില്യം കൊല്ലൻ ബ്രയന്റ്, കൂടാണ്ട് വില്യം എലറി ഷാനിങ് പോലെയുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അവിടെ ഇതുപോലെ നമ്മുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലും നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലും നമ്മൾ എടുത്ത് പറയുന്ന പോലെ റൊമാൻറ്റിസിസവും നാച്ചുറലിസവും ഒക്കെ അവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ്. പിന്നെ റിയലിസത്തിലേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി മിഡ് 18th സെഞ്ചുറിയിൽ റൊമാൻറ്റിസിസത്തിനെതിരെയായിട്ടൊരു റിയാക്ഷൻ ആയിട്ടാണ്, കൂടാണ്ട് ഹിസ്റ്ററിക്കെതിരെയും ഒരു റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു റിയാക്ഷൻ ആയിട്ട് വരേണ്ട ഒരു ആവശ്യം എന്താണ്?
റൊമാൻറ്റിസിസം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാൽപ്പനികതയാണ്. അതായത് കൂടുതലായിട്ട് ഇമാജിനേഷൻ, ഐഡിയലൈസേഷൻ, അല്ലെ? മാതൃകാപരമായിട്ടുള്ള എന്തോ ഒന്നുണ്ട്, ഒരു ഉട്ടോപ്പി ഉണ്ടെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ആ ഉട്ടോപ്പിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നില്ല. ചുമ്മാ വേഴ്സ്വർത്തിനെയും കീറ്റ്സിനെയും പോലെ സ്വപ്നം കണ്ട് അതുപോലെ നൈറ്റിംഗലിനെയും കൂടെ അങ്ങ് ഒളിച്ചോടിയ എസ്കേപ്പിസ്റ്റുകളായിട്ട് നിന്നാൽ പോരാ, നമ്മൾ റിയാലിറ്റി അറിയണം. ജോൺ ഗോവറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, ജോൺ ഗോവർ. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, രണ്ടാളുകൾ ഉണ്ടായിരുന്നു. പിയേഴ്സ് ഫ്ലോമാൻ എഴുതിയിട്ടുള്ള കൺഫെഷ്യ മാൻഡിസ് എഴുതിയിട്ടുള്ള രണ്ടാളുകൾ ഉണ്ടായിരുന്നു ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ട്, അല്ലെ? സോ ഇവര് രണ്ടാളും ആ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം എടുത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് ചോസർ ഒരു എസ്കേപ്പിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും വർക്കുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അദ്ദേഹം അന്നത്തെ ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ സർക്കംസ്റ്റൻസിനോട് എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടോ? കാനബറി ടേൽസിൽ മാത്രം ആ ഒരു 14th സെഞ്ചുറിയുടെ ആ ഒരു പെൻ പിക്ചർ കാണാം. അതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്? ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെൻഷനിങ്ങോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസോട് കൂടി ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അവിടെ എടുത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സോ ഒരുപാട് റൈറ്റേഴ്സ്, ഈവൻ ഷേക്സ്പിയർ വാസ് റൊമാൻറ്റിക് ഇൻ ഹിസ് ടെൻഡൻസീസ്, ഒരുപാട് വർക്കുകൾ റൊമാൻറ്റിക് ടെൻഡൻസീസ് ഉള്ളതാണ്, അല്ലേ? സോ ഇത്തരത്തിൽ ആ ഒരു റൊമാൻറ്റിക് ടെൻഡൻസീസിനോടുള്ള ഒരു ക്യുക്ക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് മിഡ് 18th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഈ ഒരു റിയലിസം എന്ന് പറയുന്നത്. റിയലിസം. സോ in favor of depiction of real life, the realist painters used common laborers and ordinary people in ordinary surrounding engaged in real activities. നിങ്ങൾക്കറിയാം, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ആ ഒരു ലോകത്തിന്റെ ആ ഒരു ഫ്രെറ്റ്സ് ആൻഡ് ഫീവേഴ്സ് ആൻഡ് ഫോളീസിൽ നിന്നും എല്ലാം എസ്കേപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കൂടിയിട്ടുള്ള ആ ഒരു കൺട്രി സൈഡിലും ആ ഗ്രാമീണ നന്മയിലും അല്ലെങ്കിൽ ആ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങനെ സഹവസിക്കലാണ്. പക്ഷേ അതുപോലെ തന്നെ ആ നിയോ ക്ലാസിക്കൽ സമയത്തും ഒരു എല്ലാം എലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പ്രൗഢഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എപ്പിക്സുകളിലൊക്കെ ആണെങ്കിൽ അതിൽ ആര് മാത്രമേ ഉള്ളൂ? വലിയ ഹീറോസ്, വലിയ കിങ്സ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു റിയാലിറ്റിയിലേക്ക്, റിയലിസം വന്നപ്പോഴേക്ക് ഇവിടെ അവര് കുറച്ചും കൂടി റിയൽ ലൈഫ് ആയിട്ടുള്ള റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർ ചേർത്ത് വെച്ച് കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ദ റിയലിസ്റ്റ് പെയിന്റേഴ്സ് യൂസ് കോമൺ ലാബറേഴ്സ് ആൻഡ് ഓർഡിനറി പീപ്പിൾ ഇൻ ഓർഡിനറി സറൗണ്ടിങ് എൻഗേജ് ഇൻ റിയൽ ആക്ടിവിറ്റീസ്. പച്ചയായിട്ടുള്ള ആളുകളുടെ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള കോമൺ ലേബറേഴ്സിനെ, ഓർഡിനറി പീപ്പിളിനെ, അവർ സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ എൻഗേജ് ആയിട്ടിരിക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു കാര്യങ്ങളെ വരച്ചു കാണിക്കുന്ന റിയലിസ്റ്റ് പെയിന്റേഴ്സിന്റെ ആ ഒരു ഡെപിക്ഷനോട് കൂടി ഇത് തുടങ്ങുകയും അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് റൈറ്റിംഗ്സിൽ ഇത്തരത്തിലൊരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So realism is applied to identify a movement in the writings of Novel during 19th century that included ആരൊക്കെ ഉണ്ടായിരുന്നു? ഓണർ ദി ബാൽസാക്ക്, ഫ്രാൻസിലാണെങ്കിൽ ബാൽസാക്ക് ഉണ്ടായിരുന്നു. ജോർജ് എലിയറ്റ് ഇൻ ഇംഗ്ലണ്ടിലെ വലിയ റിയലിസ്റ്റ് ആയിരുന്നു. അമേരിക്കയിലാണെങ്കിൽ വില്യം ഡീൻ ഹോവേഴ്സ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. കൂടാണ്ട് ഇറ്റ് ഓൾസോ ഡെസിഗ്നേറ്റ്സ് റെപ്രസെന്റേഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മുടെ ആ ഒരു ലിറ്ററേച്ചറിലേക്ക് ഹ്യൂമൻ ലൈഫിന്റെയും നമ്മുടെ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെയും അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളെയും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെയും അതുപോലെ തന്നെ പറിച്ചു നടുക, അതുപോലെ തന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ്, അത്തരത്തിലൊരു ജോലിയാണ് ഈ ഒരു റിയലിസം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. And it's opposed to romanticism. I already told you that. And romanticism is set to present life as it should be, while realism is set to represent life as it really is. അപ്പോൾ റൊമാൻറ്റിസിസം എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ലൈഫ് എങ്ങനെയാണോ ആയിരിക്കേണ്ടത് അത്തരത്തിലൊന്നാണ് റൊമാൻറ്റിസിസം, കാൽപ്പനികത ഉദ്ദേശിക്കുന്നത്. എന്നാൽ റിയലിസം എന്താണോ ഉദ്ദേശിക്കുന്നത്? ലൈഫ് എങ്ങനെയാണോ അത് അങ്ങനെ അങ്ങ് വരച്ചു കാണിച്ചിരിക്കുന്നു, റിയാലിറ്റി കാണിച്ചിരിക്കുന്നു. റൊമാൻറ്റിസിസം എന്താണ്? എങ്ങനെ ആവേണ്ടിയിരുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവരുടെ ഈ ആ ഒരു ലിറ്ററേച്ചറിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ റിയലിസത്തിൽ കുറച്ചും കൂടെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലൈഫും സൊസൈറ്റിയൊക്കെ എങ്ങനെയായിരുന്നു, ആൻഡ് കൂടാണ്ട് ആ ഒരു പാസ്റ്റിനെയോ കഴിഞ്ഞു പോയ കാര്യത്തെയോ അല്ലെങ്കിൽ ഫാന്റസിയെയോ ഒന്നും ഓറിയന്റ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് ട്രൂത്ത്സുകളെയും പ്രസന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. കൂടാണ്ട് ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ആക്ച്വൽ പ്ലോട്ടിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ക്യാരക്ടേഴ്സിന്റെ ഉള്ളിൽ മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സ് ആർ ഇൻഹറന്റ്ലി ഫ്ലോഡ്. മനുഷ്യൻ ബേസിക്കലി ഫ്ലോഡ് ആണ്, കുറ്റവാസനയുള്ളവനാണ്, സിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ ഒരുപാട് ഈ സമയത്ത് വന്നു എന്ന് വേണം പറയാൻ. കൂടാണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ക്ലാസ്സിനൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം കൊടുത്തു, ലൈക്ക് മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ള പ്രാധാന്യമൊക്കെ കൊടുത്തു. കൂടാണ്ട് ആ ഒരു വെർണാക്യുലർ ഡിക്ഷൻ ഒക്കെ, ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ടോക്ക് ചെയ്യുന്ന ആ ഒരു സംസാരിക്കുന്ന ഒരു ഭാഷയൊക്കെ ഇതിൽ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു, അല്ലെ?
കാരണം അതാണ് റിയാലിറ്റി. നിങ്ങൾ വള്ളോനാടൻ മലയാളം TV-യിൽ വന്നാലും നമ്മൾ ആക്ച്വലി കേരളത്തിൽ വള്ളോനാടൻ മലയാളം സ്ട്രിക്ട്ലി സംസാരിക്കുന്ന വല്ല സ്ഥലമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായിട്ടൊരു നിശ്ചിതമായിട്ട് ഈ വള്ളോനാടൻ മലയാളം TV-യിൽ നമ്മൾ കാണുന്ന ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്ന ഈ അച്ചടി ഭാഷ കാണുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ സംസാരിക്കുന്ന ഒരു ഭാഷ, ഈ ഒരു പ്രാദേശിക ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള താളവും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയും വാക്കുകളും ശൈലിയും രൂപവും ഒക്കെ ഉണ്ട്. ഈ രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഈ ഒരു വെർണാക്യുലർ ആയിട്ടുള്ള ഈ ഒരു അതിന്റെ ആ ഒരു എസെൻസ് ഈ ഒരു സമയത്ത് വന്നു തുടങ്ങി. ആൻഡ് കൂടുതലായിട്ടുള്ള ഫാന്റസിയും ഡ്രമാറ്റൈസേഷനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്കൊക്കെ പ്രഡിക്റ്റബിൾ ആയി, റിലേറ്റബിൾ ആയി അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അത്തരത്തിലുള്ള ഒരുപാട് റിയലിസ്റ്റിക് റൈറ്റേഴ്സ് ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് നിങ്ങൾക്കറിയാം. ലിയോ ടോൾസ്റ്റോയ് വരുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ വാർ ആൻഡ് പീസ് ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ്. അന്ന കരേനിന, അന്നത്തെ ആ ഒരു ഇല്ലസിറ്റ് റിലേഷൻഷിപ്സ്, എക്സ്ട്രാ മൈറ്റൽ അഫയേഴ്സ്, ഇതൊക്കെ അങ്ങനെ പൊളിച്ചെഴുതി വരച്ച് കാണിച്ചിട്ടുള്ള വർക്കുകളാണ്. റൈറ്റ്. പിന്നെ കൂടാണ്ട് ജോർജ് എലിയറ്റ്, അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകളുണ്ട്. എസ്പെഷ്യലി മിൽ ഓൺ ദ ഫ്ലോസ്, കൂടാണ്ട് സൈലാസ് മാർണർ, കൂടാണ്ട് ഡാനിയൽ ഡെറോണ്ട, മിഡിൽ മാർച്ച് പോലെയുള്ള വർക്കുകളൊക്കെ ഇതിന്റെ ആ ഒരു റിയലിസവും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻസൈറ്റുകളൊക്കെ കൃത്യമായിട്ട് വിളിച്ചോതുന്ന വർക്കുകളാണ്. പിന്നെ ചാൾസ് ഡിക്കൻസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റിയലിസ്റ്റിക് റൈറ്റേഴ്സ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകളുണ്ട്. ജസ്റ്റ് ലൈക്ക് സ്കെച്ചസ് ബൈ ബോസ്ലർ, ഡെപിക്ഷൻ, അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിക്വിക് പേപ്പേഴ്സ്, ഒലീവർ ട്വിസ്റ്റ് അല്ലെ. സോ അദ്ദേഹം ആ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിനെയൊക്കെ ഇതിലൂടെ അങ്ങ് കാണിക്കുകയുണ്ടായി. കുട്ടികളൊക്കെ ഓഫൻസ് ആണ്, ഫാക്ടറി ജോബ്സുകളും ഡെപ്റ്റേഴ്സിന്റെ പ്രിസണും അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനും ഒക്കെ ഇദ്ദേഹം ഇതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. അന്നത്തെ ആ ഒരു ഇമ്മോറൽ ക്യാരക്ടേഴ്സിനെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം ഒരു സറ്റേറിക്കൽ ഹ്യൂമർ, സൊസൈറ്റിയെ സറ്റൈറൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് എഴുതുകയുണ്ടായി അല്ലെ. കൂടാണ്ട് മാർക്ക് ട്വെയിനിന്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ, കൂടാണ്ട് ജോൺ സ്റ്റെയിൻബാക്കിന്റെ ദി ഗ്രേപ്സ് ഓഫ് റാത്ത്, കൂടാണ്ട് വില്ല കാതറിന്റെ ഡെത്ത് കംസ് ഫോർ ദ ആർച്ച് ബിഷപ്പ്, കൂടാണ്ട് മറ്റൊരുപാട് വർക്കുകൾ വരുന്നുണ്ട് അല്ലെ. സോ ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ഇതിന്റെ ഒരു ടെസ്റ്റമെന്റ് ആയിട്ട്, ഇതിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് വരികയുണ്ടായി. റൈറ്റ്. ഇനി ഇത് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂവ്മെന്റ് ആണ് ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റ്. ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റ്, ഈ ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, പേര് പറയുന്നത് പോലെ തന്നെ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഐറിഷ് ലിറ്റററി റിവൈവൽ, ആബി തിയേറ്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ടൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഐറിഷ് തിയേറ്റർ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ദ ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെന്റ് എന്ന് പറയും. അത് ആക്ച്വലി അന്നത്തെ ആ ഒരു ഐറിഷ് ഫോക്ലോർ, ആ നാടൻ കഥകളും പാട്ടുകളും അന്നത്തെ ആ ഒരു നാടൻ ലിറ്ററേച്ചറിനെയും ട്രഡീഷൻസിനെയും കസ്റ്റംസിനെയൊക്കെ വീണ്ടും റിവൈവ് ചെയ്തെടുത്തിട്ട് പുനരുജ്ജീവിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഐറിഷ് നാടൻ ലിറ്ററേച്ചറിനെ, ആ നാടൻ വാമൊഴിയായിട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫോക്ലോർ വർക്ക്സുകളെ ഇങ്ങനെ ഇത് റിവൈവ് ചെയ്തെടുത്തു. ആൻഡ് ഇറ്റ് ആക്ച്വലി ബിഗാൻ in 1890s to the beginning of 1900. സോ കുറച്ച് കാലഘട്ടം നീണ്ടു നിന്നു അല്ലെ. ഏതാണ്ട് ഒരു 10 വർഷത്തോളം നീണ്ടു നിന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് നാഷണൽ ഫീലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു സമയമാണ്. കാരണം ഇതൊരു നാഷണൽ തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇവിടെ ഉടലെടുക്കുകയാണ്. ആക്ച്വലി 1904 ഡബ്ലിനിൽ ഇത് ഒഫീഷ്യലി വരുന്ന സമയത്ത് ആക്ച്വലി WB യേറ്റ്സും ലേഡി ഗ്രിഗറിയും പോലെയുള്ള ഇസബെല്ല അഗസ്റ്റ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, ഐറിഷ് ലാംഗ്വേജിലുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് വീണ്ടും ഉടലെടുക്കുന്നതോടുകൂടിയാണ് അല്ലെ. ആ ഒരു ഇൻട്രസ്റ്റ് ഉടലെടുക്കുന്നതോടുകൂടി അവർ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഫോക്ലോഴ്സിനെ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരികയുണ്ടായി. സാധാ അവരിൽ എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നാഷണലിസവും കൂടാണ്ട് അയർലൻഡിന്റെ ഗെയിലിക് ലിറ്റററി, ആ ഗെയിലിക് ആയിട്ടുള്ള അയർലൻഡിന്റെ ആ ഒരു ലിറ്റററി ഹെറിറ്റേജ്, ആ ലിറ്റററി പൈതൃകം അവർ തിരിച്ചെടുക്കുന്നതിൽ അവർ ഒരുപാട് സ്വാധീനിച്ചു. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും, ഇനിയിപ്പോ നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാവും, വാട്ട് ഈസ് ഗെയിലിക് ലിറ്ററേച്ചർ നിങ്ങൾ എന്താന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ടാവും. അത് ആക്ച്വലി അന്നത്തെ അയർലൻഡിൽ ഉണ്ടായിരുന്ന ഒരു വെർണാക്യുലർ, പ്രാദേശികമായിട്ടുള്ള ഗെയിലിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. ആ ഒരു ഗെയിലിക് ഭാഷയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഗെയിലിക് ലിറ്ററേച്ചർ ആണ് ഗെയിലിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ അന്നത്തെ ആ ഒരു വളരെ നേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഗെയിലിക് ലിറ്റററി പൈതൃകമൊക്കെ അവർ
അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതാനും ചില റൈറ്റേഴ്സിന്. അങ്ങനെ അവരത് ഒരുപാട് റൈറ്റിംഗ്സിലൂടെയും അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസിലൂടെയും ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന സമയത്ത് ഇത് വലിയൊരു നാഷണലിസ്റ്റിക് സെന്റിമെന്റിലേക്ക് ആളുകളിലേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, കാരണം തനതായിട്ടുള്ള നാടിന്റെ തനതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരികയാണ്. സോ അതിലൂടെ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് നാഷണലിസം ആളുകളിലേക്ക് വരുന്നു. സോ ഐറിഷ് ലാംഗ്വേജിനെയും ഗെയിലിക് ലാംഗ്വേജിനെയും അതിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ അവരുടെ ഹിസ്റ്ററിയെയും അവരുടെ ഫോക്ലോറിനെയും അവരുടെ ലിറ്ററേച്ചറിനെയും അതിൽ ഉദ്ഘോഷിക്കുന്നു. സോ അതോടുകൂടി ഐറിഷ് നാഷണലിസം 19th സെഞ്ചുറിയിൽ വളരെ വലിയൊരു ഗ്രോത്ത് നടക്കുകയുണ്ടായി. ആൻഡ് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു വർക്കുകളിലായിട്ട് ഒരുപാട് ആൻഷ്യൻ ഹീറോയിക് ആയിട്ടുള്ള ലെജൻഡുകൾ, ഇതിഹാസ കഥകൾ ഒരുപാട് പുസ്തകങ്ങളായിട്ട് വന്നു. ലൈക്ക് ദ ഹിസ്റ്ററി ഓഫ് അയർലൻഡ്, സ്റ്റാനിഷ് ഒഗ്രാരിയുടെ വർക്ക് 1880-ലായിരുന്നു. എ ലിറ്റററി ഹിസ്റ്ററി ഓഫ് അയർലൻഡ് ബൈ ഡഗ്ലസ് ഹൈരി. ഡഗ്ലസ് ഹൈരിയുടെ ഈ വർക്ക് എന്നായിരുന്നു? അത് 1899-ലായിരുന്നു. ആൻഡ് അത് ആക്ച്വലി 1893-ൽ ഐറിഷ് ലാംഗ്വേജിനെയും കൾച്ചറിനെയും ഒരുപാട് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയുണ്ടായി. റൈറ്റ്. ആൻഡ് കൂടാണ്ട് വില്യം ബട്ട്ലർ യീറ്റ്സിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, ഇദ്ദേഹമാണ് ആബി തിയേറ്ററിന്റെ ആ ഒരു ഫൗണ്ടേഷനിലേക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇദ്ദേഹമാണ് നടത്തുന്നത്. അതായത് ഫസ്റ്റ് ഐറിഷ് നാഷണൽ തിയേറ്റർ. അദ്ദേഹം അതിന് എന്ത് പേര് നൽകുകയുണ്ടായി? ആബി തിയേറ്റർ അല്ലെ. അദ്ദേഹത്തിന്റെ ചീഫ് കൊളീഗ്, സഹപ്രവർത്തകയായിരുന്നു ലേഡി ഇസബെല്ല അഗസ്റ്റ ഗ്രിഗറി. അവരും അവിടെ എന്ത് ചെയ്യുകയുണ്ടായി? അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു ലീഡിംഗ് പാർട്ട് അവരും പ്ലേ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ അവരും ആബി തിയേറ്ററിന്റെ മാനേജ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് പ്ലേസ് എഴുതുവാനും അതിൽ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു മൂവ്മെന്റിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു ജെയിംസ് സെഞ്ച്. അദ്ദേഹത്തിന്റെ റൈഡേഴ്സ് ടു ദ സീ നിങ്ങൾ ഒരു പക്ഷേ ഡിഗ്രി ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാ. അദ്ദേഹം അന്നത്തെ ആ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെസന്റ് ഡയലക്റ്റിൽ ഒരുപാട് സൗന്ദര്യം അതുപോലെ തന്നെ ഒരുപാട് ശക്തിയും ഒരുപാട് പവറും ബ്യൂട്ടിയും ഒക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഗ്രേറ്റ് പ്ലേസ് അദ്ദേഹം എഴുതുകയുണ്ടായി. ലേറ്റർ ദ തിയേറ്റർ ടേൺ ടുവാർഡ് റിയലിസം, മോസ്റ്റ്ലി റൂറൽ റിയലിസം. അതിനുശേഷം ആ തിയേറ്റർ കൂടുതലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ റൂറൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ട്രെൻഡ് പിടിച്ചു എന്ന് പറയാം. സോ ആ ഒരു സമയത്ത് ഒരുപാട് ഏർലി റിയലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് ലെനക്സ് റോബിൻസൺ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്ലേ ആയിട്ടുള്ള ലോസ് ലിയാൻഡർ, പിന്നെ കോമഡി ആയിട്ടുള്ള വൈറ്റ് ഹെഡഡ് ബോയ്, പിന്നെ ടി സി മുറേ, ഓതർ ഓഫ് ബ്രാരി ഗ്യാപ്പ്, ഈ വർക്കും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു ഏർലി റിയലിസ്റ്റുകളിൽ പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. ലൈക്ക് ലെനക്സ് റോബിൻസൺ ആൻഡ് ടി സി മുറേ, ഇവരെല്ലാവരും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ഏർലി റിയലിസത്തിൽ അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു റൂറൽ റിയലിസം ആണ് ഐറിഷ് തിയേറ്ററിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടി പിന്നീട് അങ്ങ് അവരൊരു ട്രാക്ക് പിടിച്ചത്, അല്ലെങ്കിൽ അവർ ആ ഒരു വഴിക്കാ പോയത്. സോ ആ പെസന്റ് റിയലിസത്തിനോട് ഒരു റിയാക്ഷൻ ആയിട്ട് ഷാന ഖാസി എന്ത് ചെയ്യുകയുണ്ടായി? ഡബ്ലിൻ സ്ലംസുകളെ കുറിച്ച്, ഡബ്ലിനിലെ ചേരികളെ കുറിച്ച് ഒരുപാട് വർക്കുകൾ എഴുതുകയുണ്ടായി. ലൈക്ക് ദ ഷാഡോ ഓഫ് എ ഗൺമാൻ, ജൂനോ ആൻഡ് പീകോക്ക്, ദ പ്ലോ ആൻഡ് ദ സ്റ്റാർസ് പോലെയുള്ള വർക്കുകളൊക്കെ ഇദ്ദേഹം എഴുതുകയുണ്ടായി. റൈറ്റ്. ആൻഡ് ഐറിഷ് ലിറ്റററി റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് അവരൊരു മാനിഫെസ്റ്റോ, ഒരു പ്രകടന പത്രിക വരെ എഴുതി ഉണ്ടാക്കുകയുണ്ടായി. ആര്? WB യേറ്റ്സും അതുപോലെ തന്നെ ലേഡി ഗ്രിഗറിയും അല്ലെ. 1899-ലാണ് അവർ ആ ഒരു തിയേറ്റർ ഫൗണ്ട് ചെയ്യുന്നത് അല്ലെ. യേറ്റ്സും ലേഡി ഗ്രിഗറിയും ജോർജ് മോറും എഡ്വേർഡ് മാർട്ടിനും ഡബ്ലിനിൽ, അയർലൻഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡബ്ലിനിലാണ് അവരത് ഫൗണ്ട് ചെയ്യുന്നത്. 1899-ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പ്രപ്പോസ് ടു ഗിവ് പെർഫോമൻസസ് ഇൻ ഡബ്ലിൻ ഓഫ് ഐറിഷ് പ്ലേസ് ബൈ ഐറിഷ് ഓതേഴ്സ്. ഐറിഷ് ഓതേഴ്സ് എഴുതിയിട്ടുള്ള ഐറിഷ് പ്ലേസുകളാണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടുത്തെ ആദ്യത്തെ സ്റ്റേറ്റ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള തിയേറ്റർ ആണ്, എസ്പെഷ്യലി ഇൻ ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ്. കൂടാണ്ട് നമുക്കറിയാവുന്നത് പോലെ കെൽറ്റിക് റിവൈവൽ നിങ്ങൾക്കറിയാം. ഈ കെൽറ്റിക് റിവൈവലുമായിട്ട് വളരെയധികം ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് ഈ ഗേലിക് റിവൈവൽ എന്നുള്ള കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല. സോ ഇത് ആക്ച്വലി ഓപ്പൺ അപ്പ് ചെയ്യുന്നത്, ഞാൻ സമയം പറഞ്ഞു, അവിടെ യേറ്റ്സിന്റെ ഒരുപാട് പ്ലേസുമായിട്ടാണ് തുടങ്ങുന്നത്. പിന്നീട് ലേഡി ഗ്രിഗറിയുടെ പ്ലേസ് വരുന്നുണ്ട്, ജെയിംസ് ഇന്ത്യന്റെ പ്ലേസും വരുന്നുണ്ട്. റൈറ്റ്. ഓക്കെ, അതായത് വില്യം ബട്ട്ലർ യീറ്റ്സ് അതിന്റെ കോ ഡയറക്ടർ ആയിരുന്നു, ലേഡി ഗ്രിഗറി മറ്റൊരു കോ ഡയറക്ടർ ആയിരുന്നു. പിന്നെ കൂടാണ്ട് ഫണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്ന ആനി എലിസബത്ത് ഫ്രെഡറിക്ക ആയിരുന്നു. ജെയിംസ് ഇഞ്ച് അതിന്റെ കോ ഡയറക്ടർ ആയിരുന്നു. ഓൾറൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആൻഡ് ജെയിംസ് ഇഞ്ചിന്റെ സറ്റയർ ആയിട്ടുള്ള ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, ആ ഒരു സമയത്ത് ഐറിഷ് പെസൻട്രിയെ ക്യാപ്ചർ ചെയ്യുന്ന, അന്നത്തെ ആ ഒരു പ്രശ്നത്തെ, അന്നത്തെ ആ ഒരു റയറ്റിനൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വർക്ക് അതൊക്കെ അതിൽ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സെൻസേഷൻ അവിടെ ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്,
ഏതാണ്ട് ഒരു 1910 കിങ് എഡ്വേർഡ് സെവൻത് മരണപ്പെടുന്ന സമയത്ത് മറ്റെല്ലാ തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്ത സമയത്തും ഐറിഷ് തിയേറ്റർ മാത്രം ഓപ്പൺ ചെയ്യപ്പെട്ടു. ആൻഡ് ഷോനക്കോസിയുടെ ദ ഫ്ലോ ആൻഡ് സ്റ്റാർസ് എന്ന് പറയുന്നത് പ്ലേ ബോയ് റൈറ്റ്സിന്റെ പോലെ അതുപോലെ തന്നെ കുറച്ച് റൈറ്റ്സ് ആ രാജ്യത്ത് ഉണ്ടാക്കിയെന്ന് വേണം പറയാൻ. സോ അങ്ങനെ ഈ ഒരു ഡ്രമാറ്റിക് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് യേറ്റ്സ്, അതുപോലെ തന്നെ മിസ്റ്റിക് ജോർജ് റസൽ, അദ്ദേഹത്തിന്റെ സ്യൂഡോണിം എ എന്നാണ്, കൂടാണ്ട് പാട്രിക് കോളും, ഓസ്റ്റിൻ ക്ലാർക്ക്, ഷോമൻ ഒ സലിവൻ, എഫ്.ആർ. ഹിഗിൻസ്, ഒലിവർ സെയിന്റ് ജോൺ ഹൊഗാർട്ടി പോലുള്ള ഒരുപാട് ആളുകൾ ഐറിഷ് പോയട്രിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഐറിഷ് പോയംസ് എഴുതാൻ തുടങ്ങി. കൂടാണ്ട് ഐറിഷ് റിപ്പബ്ലിക്കൻ മൂവ്മെന്റ് അതിന്റെ കുറച്ച് പോയിറ്റ്സുകൾ ഉണ്ടായിരുന്നു റിപ്പബ്ലിക്കൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ലൈക്ക് പാട്രിക് ഹെൻറി പിയേഴ്സ്, തോമസ് മക്ഡോണ, പിന്നെ ജോസഫ് പ്ലങ്കറ്റ്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഒരു ഐറിഷ് നാഷണലിസത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഈസ്റ്റേൺ റിബല്യൻ അവിടെ വരികയുണ്ടായി, 1916 ഇവരെല്ലാവരെയും ഈസ്റ്റേൺ റൈസിംഗുമായിട്ട് ബന്ധപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്ത് വെക്കാം. പിന്നെ ആ ഒരു ഐറിഷ് റെനസൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രോസ് ഫിക്ഷൻസും എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കഥകളുണ്ട്. ആരെക്കുറിച്ച്? എമിലി ലോവലസിനെ കുറിച്ചും സ്റ്റാനിസ് ജെയിംസ് ബ്രാഡിയെ കുറിച്ചും. കൂടാണ്ട് റിയലിസ്റ്റ് നോവൽസ് ഓഫ് ജോർജ് മൂർ വരുന്നുണ്ട്. ജെയിംസ് സ്റ്റീഫൻസിന്റെ കുറച്ച് വർക്കുകളൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. റൈറ്റ്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. ഇതെല്ലാമാണ് എനിക്ക് ഐറിഷ് നാഷണൽ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ പ്രധാനമായിട്ടും അറിയിക്കാനുള്ള കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഐറിഷ് തിയേറ്റർ റിനസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഒരു കാര്യം നിങ്ങൾ അറിയണം. ഐറിഷ് തിയേറ്റർ റിനസൻസിൽ 4 പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നാഷണലിസ്റ്റ് മൂവ്മെന്റുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള തിയേറ്ററിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് നാഷണൽ ഐഡന്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. രണ്ടാമതായിട്ട് ഐറിഷ് ലിറ്റററി മൂവ്മെന്റ് സംഭവിക്കുകയുണ്ടായി. അതായത് ഈ ഒരു കൾച്ചറൽ ഇൻഫീരിയോറിറ്റിയെ അവരെന്ത് ചെയ്യുന്നു, ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഐറിഷ് മിത്തോളജീസും ലെജൻഡുകളും കൂടെ അവർ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഒരുപാട് വർക്കുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഗെയിലിക് റിവൈവൽ ഒക്കെ വന്നു. പിന്നെ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റും കൂടെ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വർക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി അവർക്ക് അതിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടെയുള്ള വർക്കേഴ്സിന്റെ ആ ഒരു സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യണം. സോ അത് ഏതാണ്ട് ഒരു 1912 to 1916 കാലഘട്ടത്തിൽ ഈ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് അടുത്തപടിയായിട്ട് നടന്നു. പിന്നെ അവിടെ ഒരു സഫ്രേജിസ്റ്റ് മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഇതിലൂടെ ആ ഒരു അന്നത്തെ സ്ത്രീകളുടെ ആ ഒരു സ്റ്റേറ്റസ് അവർ പ്രത്യേകമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി 1912 to 1915 കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് റൈറ്റ് ടു വോട്ടൊക്കെ വേണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സഫ്രേജിസ്റ്റ് മൂവ്മെന്റും കൂടെ വരുന്നുണ്ട്. സോ ഈ ഐറിഷ് തിയേറ്റർ റിനസൻസിന് ബേസിക്കലി 4 ഭാഗങ്ങളായിട്ട് 4 ഘട്ടങ്ങളായിട്ട് ഈ ഒരു മൂവ്മെന്റ് സംഭവിക്കുകയുണ്ടായി. നാഷണലിസ്റ്റ് മൂവ്മെന്റ്, ഐറിഷ് ലിറ്റററി മൂവ്മെന്റ്, സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്, ദ സഫ്രേജിസ്റ്റ് മൂവ്മെന്റ്. ഈ തരത്തിലാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു സ്ട്രോങ് നാഷണൽ സെന്റിമെന്റ്സിലേക്കും ഒരു സ്ട്രോങ് പാട്രിയോട്ടിക് ഫീലിംഗിലേക്കും ആളുകളെ നയിച്ചു. അത്തരത്തിൽ വളരെയധികം പാട്രിയോട്ടിക് ആയിട്ടുള്ള വർക്കുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. That's it. Thank you so much for listening. We will be definitely meeting in our another session. Till then, please take care. Have a great day, everyone.